ഹലോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്ന് ഞാൻ ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ എഴുന്നേൽക്കുന്ന വീഡിയോ കാണിക്കുന്നതല്ലോ. ഞാൻ ഇന്ന് നന്നായിട്ട് നേരം വെളുത്തതിന് ശേഷം എഴുന്നേറ്റ്, കാരണം മീനോടൊന്ന് സ്കൂളിൽ പോകേണ്ടാത്തതുകൊണ്ട് താമസിച്ചാണ് എഴുന്നേൽക്കണേ. മീനോട് സ്കൂളിൽ പോകേണ്ട ദിവസം ഞാൻ 5 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് എഴുന്നേൽക്കും, ഇല്ലെങ്കിൽ ഞാൻ 7:30 ആകുമ്പോഴേ എഴുന്നേൽക്കത്തുള്ളൂ കേട്ടോ. കുറേ നേരം കിടന്നുറങ്ങും. എന്നിട്ട് രാവിലെ എഴുന്നേറ്റ് കുറച്ച് ചോറുണ്ടായിരുന്നു കേട്ടോ, അത് ഞാൻ വെച്ച് ഊറ്റി അങ്ങ് വെച്ചേ. അതത്രയും കളയണ്ടല്ലോ എന്ന് വെച്ചിട്ട്, അയ്യോ തൊണ്ടയ്ക്കൊരു കിച്ച് വെച്ച് അതങ്ങ് വെച്ച് രാവിലെ പിന്നെ പൂരിയും കിഴങ്ങല്ല എന്തുവാ ചിക്കൻ സ്റ്റൂവും വെക്കാനാണ് പ്ലാൻ ഇട്ടത്. അതും ഞാൻ റെഡിയാക്കാമെന്ന് വെച്ചു. പിന്നെ ഇന്നലെ തന്നെ ഞാൻ മത്തി വാങ്ങിച്ചുകൊണ്ട് തന്നെ കൊച്ചുമത്തിയാണ് ഈ മീനുവിന് ഭയങ്കര ഇഷ്ടം. മീനുവിന് കൊച്ചുമത്തിക്കകത്ത് ആരാ കൈവശം കൊടുത്തെന്ന് അറിഞ്ഞുകൂടാ ഗെയ്സ്. മത്തി കണ്ടാൽ മീനും വിടത്തില്ല. മീനുവിൻ്റെ അച്ഛനും മീനുവിനും മത്തിയാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ ഇന്നലെയും കൊച്ചുമത്തി തന്നെയാണ് വാങ്ങിച്ചത്. അതപ്പോൾ ഞാൻ എന്നും പതിവ് പോലെ കറി വയ്ക്കുന്ന പോലെയൊക്കെ തന്നെ കറി വയ്ക്കുകയാണ് കേട്ടോ. കൊച്ചുള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇഞ്ചിയും എല്ലാം വെളിച്ചെണ്ണയ്ക്കകത്തോട്ടിട്ട് നന്നായിട്ട് കുറച്ച് ഉലുവയും പൊട്ടിച്ചങ്ങ് വഴറ്റി. ഞാൻ കടുകിടത്തില്ല കേട്ടോ. അതിന് ഒരു ഉലുവയിട്ട് പൊട്ടിച്ചു. എന്നിട്ട് അതിൻ്റെ അകത്ത് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവപ്പൊടിയും കൂടി ഇട്ട് കേട്ടോ. എന്നിട്ട് അത് നന്നായിട്ട് മൂത്ത ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച്, ഇങ്ങനെ പുളിവെള്ളം ഇല്ലയോ, കുടംപുളിയാണേ, അതൊഴിച്ച് നന്നായിട്ടൊന്ന് കുറിക്കല്ലേ പച്ചമണമെല്ലാം ആക്കി മാറ്റിയതിന് ശേഷം കുറച്ച് നന്നായിട്ട് വെള്ളവും കൂടെ ഒഴിച്ചു, ആവശ്യത്തിനുണ്ട് വെള്ളം ഉപ്പും ഇട്ട് അത് തിള വന്നതിന് ശേഷം നമുക്ക് മീനെല്ലാം പിറക്കിയിടാം. പകുതി മീനെ ഞാൻ ഇട്ടുള്ളൂ, പകുതി മീൻ ഞാൻ വറക്കാനും എടുത്തേ. മീനും ഇതേവരെ എഴുന്നേറ്റ് വന്നില്ല. മീനു എഴുന്നേറ്റ് വരുമ്പോൾ കുറച്ചുകൂടെ താമസിക്കാം. ഞാൻ ഓർത്ത് പാവല്ലേ കിടന്ന് ഉറങ്ങിക്കോട്ടെ, കാരണം ബുധനാഴ്ച തൊട്ട് ക്ലാസ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവൾക്ക് നേരത്തെ എഴുന്നേൽക്കണം, പഠിക്കണം, ആകെ റെസ്റ്റില്ല. പാവം കുഞ്ഞ് ഈ വർഷം 10ലായതുകൊണ്ട് ഒരുപാട് പഠിക്കാനൊക്കെ കാണും, അതുകൊണ്ട് ഉറങ്ങി തീർത്തോട്ടെ എന്ന് ഓർത്ത് ഞാൻ വിളിച്ചില്ല. അങ്ങനെ മീൻ വറക്കാനും ഇട്ട് ഞാൻ നമ്മുടെ ചിക്കൻ സ്റ്റൂ വെച്ച് ഇനി ഇതിൻ്റെ അകത്ത് തേങ്ങാപ്പാലും കൂടെ ഒഴിക്കും കേട്ടോ. തേങ്ങാപ്പാൽ ഒഴിക്കുന്ന വീഡിയോ സ്കിപ്പായിപ്പോയി ഗൈസ്. അങ്ങനെ ഞാൻ പൂരിക്കെല്ലാം പഴുത്തു. എൻ്റെ പോനോ ഇവിടെ ഭയങ്കര ചൂടാണ്, ഒരു രക്ഷയില്ലെന്നുള്ള കാര്യമാണ്. അപ്പം നമ്മൾ ഓർക്കും ദൈവമേ പൂരിയും ചപ്പാത്തിയും ഒന്നും വേണ്ട, കുറച്ച് പഴങ്കഞ്ഞി കുടിച്ചിട്ട് പോയി ഫാൻ്റെ കീഴിൽ ഇരിക്കാമെന്ന് ഓർക്കും. അത്രയ്ക്ക് ഞാൻ വിയർത്ത് കുളിച്ച് പോയി. ഇത് ഉണ്ടാക്കി വെച്ചിട്ട് വേണമെങ്കിൽ കുളിക്കാൻ, ഇല്ലെങ്കിൽ കുളിച്ചിട്ട് വന്ന് ഉണ്ടാക്കുവാണെങ്കിൽ ആകെ പിന്നെയും പോയി കുളിക്കേണ്ടി വരും, ആകെ വിയർത്ത കുളവാകും. അതുകൊണ്ട് ഞാൻ എളുപ്പം പൂരി ഉണ്ടാക്കി വെച്ചു. പൂരി പിന്നെ പറയാനൊന്നുമില്ല, ഏകദേശം എല്ലാം ഒത്തായിരുന്നു, കുഴപ്പമില്ല കേട്ടോ. മീനൂട്ടന് ഈ പൂരി ഇങ്ങനെ പൊങ്ങുന്നത് ഇഷ്ടമേ അല്ല. അത് എനിക്ക് പൊങ്ങുന്നതാണ് ഇഷ്ടം. പക്ഷേ ഇന്നാണെങ്കിൽ പൂരിയെല്ലാം നന്നായിട്ട് പൊങ്ങി വന്നു. ചിലപ്പോൾ പൊങ്ങി വരത്തില്ല കേട്ടോ. ഇന്നാണെങ്കിൽ എന്താണെന്നറിയത്തില്ല, ഇതേണ്ടാണ് ഇതേപോലെ നന്നായിട്ട് പൊങ്ങി വന്നു. നല്ല മുരാന്നുള്ള അടിപൊളി പൂരി. പിന്നെ ഷേപ്പൊന്നും നിങ്ങൾ കണ്ട് അന്തം വിടണ്ട കേട്ടോ. ഷേപ്പൊക്കെ ഇങ്ങനത്തെ ഷേപ്പൊക്കെ കിട്ടത്തുള്ളൂ, വട്ട ഷേപ്പൊന്നും കിട്ടാറില്ല. അങ്ങനെ എന്തു ഞാൻ പറഞ്ഞത്, ചിക്കൻ സ്റ്റൂവും പൂരിയും കൂടെ ഞാൻ അപ്പോഴത്തേക്ക് ഞാൻ കുളിച്ചിട്ടൊക്കെ വന്നിട്ടുണ്ട്. കുളിച്ചിട്ടാണ് കഴിച്ചത്. കുളിച്ചിട്ട് വന്ന് ഞാൻ അങ്ങ് കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെയുള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ തന്നെ ബെല്ലൈക്കണം, പിന്നെ കമൻറ്റും ലൈക്കും ഒക്കെ ഇടണം കേട്ടോ. എന്നാൽ ഓക്കെ, നല്ലൊരു വീഡിയോയുമേ നാളെ കാണാം. അതുവരെ ടാറ്റാ ബൈ ബൈ, സീ യു.